ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ രണ്ടാളും കൂടെ ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ പോയത്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ബസ്സിലാണ് വന്നത്. സ്ലീപ്പർ ബസ്സിലാണ് കേട്ടോ തിരിച്ചു വന്നത്. അപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ സീറ്റ്. അപ്പോൾ ഞങ്ങൾ സീറ്റിൻ്റെ ആ സൈഡാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ സോക്കറ്റ് ഉണ്ടോ, അത് ഫുൾ ഇളകി കിടക്കുകയാണ്. അതും പോയിട്ട് അതിൽ വർക്ക് ചെയ്യുന്നില്ല സോക്കറ്റ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാനൊന്നും അതിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഈ വിൻഡോ സൈഡാണ് ഈ കാണുന്നതെന്ന് പറഞ്ഞത്. ഒട്ടും തന്നെ ഹൈജീനോ അല്ലെങ്കിൽ ഒട്ടും ക്ലീൻ ആക്കിയിട്ടോ ഒന്നും ഇല്ലാത്തൊരു ബസ്സായിരുന്നു അത് എന്ന് പറയുന്നത്. ഫുൾ മിററിൻ്റെ ഫുൾ സൈഡ് ഇത് തന്നെയാണ്. എല്ലാ അറ്റം മുതൽ താഴത്ത് വരെ ഇങ്ങനെ ഒട്ടും ഒരു ഹൈജീനോ ഇല്ലാണ്ടുള്ള ഒരു ബസ്സായിരുന്നു. അതും പോയിട്ട് ഇവർ ഫോണിൽ ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ട് റെക്കോർഡ് ഇട്ടിട്ട് മീൻസ് പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് തന്നെ. ഞങ്ങൾ ഈ സ്പീക്കർ വെച്ചിരുന്നതിൻ്റെ സൈഡിലാണ് കേട്ടോ കിടന്നത്. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. തന്നെയായിരുന്നു ഇങ്ങനത്തെ പാട്ടും. അതും പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ഫോണിൽ നിന്ന് വോയിസ് കേൾക്കാം. മീൻസ് അവർ ഫോണിൽ കണക്ട് ചെയ്ത് കേൾക്കാൻ തോന്നും. അപ്പോൾ വാട്സപ്പിൽ വരുന്ന വോയിസും കോൾസും ഇതൊക്കെ നമുക്ക് ഡയറക്റ്റ് നമുക്കിങ്ങനെ കേട്ടിട്ട് കിടക്കാം. അങ്ങനെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ളൊരു ട്രാവലായിരുന്നു. ഇതാണ് ബസ്. ഇതിൻ്റെ ബസ് മെട്രോ ലൈൻ എന്ന് പറയുന്ന ഒരു ബസ്സാണ്. റേറ്റും അതിൽ 2000 അടുപ്പിച്ചിട്ടുണ്ട് റേറ്റ്. ഓഗസ്റ്റ് 14 കേട്ടോ ഞങ്ങൾ ട്രാവൽ ചെയ്തത്. അപ്പോൾ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഓൾറെഡി ലീവാണ് എല്ലായിടത്തും. 3 ദിവസം കണ്ടിന്യൂസ് ലീവ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് ഓൾറെഡി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ ബസ്സിലും റേറ്റ് കൂടുതലായിരിക്കും, സ്വാഭാവികമാണ്. പക്ഷെ ഇത് പറയുന്നത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത പൈസയ്ക്കുള്ള ഒരു ക്വാളിറ്റിയും ആ ബസ്സിനുള്ളിൽ ഇല്ലായിരുന്നു. വേസ്റ്റ് ഫോർ മണിയാണ് കേട്ടോ നമുക്ക് ഉണ്ടായതെന്ന് പറഞ്ഞാൽ. ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട്, വേറെ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ട് 3-4 പ്രാവശ്യം പോയിട്ട് വന്നിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും മോശമായിട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ. കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോയിട്ട്. പക്ഷെ ഒരിക്കൽ പോലും റേറ്റ് ഇതിനേക്കാൾ ഒരുപാട് റേറ്റ് കുറഞ്ഞ് ഇതിൽ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇത്രയധികം ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഉണ്ടായൊരു ബാഡ് എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ട്രാവൽ ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.